സർക്കാർ ഓരോ ഘട്ടത്തിലും പ്രതികരിച്ചത് നമ്മൾ കാണുകയാണ്. അപ്പോൾ വിരോധമാണോ കാണുന്നത്? ഞാൻ ഈ സമരത്തോട് ഇന്ന് അനുകൂലിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് അതിര് കടക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4.5 കോടി ജനങ്ങൾക്ക് 4.5 കോടി പ്രാവശ്യം ഓരോരുത്തരും വെച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് 4.5 കോടി ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയിൽ ചികിത്സ നൽകുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ ഈ പറഞ്ഞ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. കേരളത്തിലെ 4.5 കോടി ജനങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ അല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ 4.5 കോടി ജനങ്ങൾ ചികിത്സിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. 4.5 കോടി ബെഡിൽ ആളുണ്ടാവും ഒരു വർഷം ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുക 35 ലക്ഷം തുടങ്ങി 45 ലക്ഷം വരെ ഒരു മാസം ചികിത്സ നടത്തുന്നുണ്ട്. ഒരു ദിവസം ഏകദേശം 1 ലക്ഷം തുടങ്ങി 1.5 ലക്ഷം വരെ ചികിത്സ നടത്തുന്ന ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്ര ഡോക്ടർമാരാണ് വർക്ക് ചെയ്യുന്നതെന്നറിയോ? വളരെ തുച്ഛമായ ഡോക്ടർമാർ. അവർ ഈ കേരള സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ സപ്പോർട്ടുണ്ടല്ലോ, അത് ചെറിയ കാര്യമായിട്ട് ഇവരാരും കാണരുതെന്നുള്ള എൻ്റെ അഭിപ്രായം. എന്താണ് ഇതിന് കാരണം എന്ന് പറയുന്നത്? കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ സ്വകാര്യ ഹോസ്പിറ്റലുകളുള്ള സ്ഥലം. ഏറ്റവും കൂടുതൽ സ്വകാര്യ ഹോസ്പിറ്റലുള്ള സ്ഥലം കേരളമാണ്, ഇന്ത്യയിൽ തന്നെ. അവിടെ ഒരു ഡോക്ടറുടെ ശമ്പളം അറിയോ എത്രയാന്ന്? അവിടുത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പളം 2 ലക്ഷം. ഏറ്റവും കുറഞ്ഞ ശമ്പളം 2 ലക്ഷമാണ്. ഏറ്റവും കൂടിയ ശമ്പളം എത്രയാണെന്നറിയോ? 1 കോടി വരെ മേടിക്കുന്ന ശമ്പളം. ഒരു മാസം 1 കോടി വരെ ശമ്പളം മേടിക്കുന്ന ഡോക്ടർമാരുള്ള സ്ഥലമാണ് ഈ നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുത്തകകൾ ഹോസ്പിറ്റലുകളുടെ കുത്തകൾ വാഴുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ കേരളത്തെ പറയാം. എത്ര ഞാൻ പറഞ്ഞു, 10-45 കോടി രൂപയുടെ സ്വകാര്യ ആശുപത്രികൾ ടേൺ ഓവറുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെയാണ് 60% വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ ചികിത്സിക്കുന്ന ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ നമ്മൾ പറയുമല്ലോ, എല്ലാ മെഡിക്കൽ കോളേജുകളിൽ വളരെയധികം ആൾക്കാർ വരികയാണ്, എല്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ ആൾക്കാർ വരികയാണ്. എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം, ഒരു ഡോക്ടർ ചികിത്സിക്കുന്നതിൻ്റെ രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ വെച്ച് 4 മടങ്ങാണ്. ഒരു ഡോക്ടർ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ 100 രോഗികളെയാണ് ചികിത്സിക്കുന്നതെങ്കിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ 400 ഡോക്ടർ വരെ ചികിത്സിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത്ര ആൾക്കാരില്ല, അത്ര ഡോക്ടർമാർ ഈ കേരളത്തിലില്ല. മനസ്സിലായോ? അവർ അനുഭവിക്കുന്ന സമ്മർദ്ദം അറിയോ? അനുഭവിക്കുന്ന സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചെറിയ സമ്മർദ്ദമല്ല, വലിയ സമ്മർദ്ദം. എന്ന് വെച്ച് കാരണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഡോക്ടർമാരെ മുഴുവൻ അപ്പോയിന്റ് ചെയ്യാൻ പറഞ്ഞാൽ അത്ര ഡോക്ടർമാർ കേരളത്തിലില്ല എന്ന്. ഈ MBBS കഴിഞ്ഞ് പാസ്സായി വന്ന ഡോക്ടർമാരെ കിട്ടാനില്ല കേരളത്തിൽ. ഈ സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് ഡോക്ടർമാരെ കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ കൂടെയാണോ സർക്കാർ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന സമരങ്ങളുടെ കൂടെയാണോ നിൽക്കേണ്ടത്? ഞാൻ ഈ ഡോക്ടർ ജയകുമാറിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. 3.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾ, അദ്ദേഹമാണല്ലോ അവിടുത്തെ സൂപ്രണ്ട്. 3.5 ലക്ഷം ശമ്പളം മേടിക്കും. 3000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ അലവൻസ് എന്ന് പറയുന്നത്, വെറും 3000 രൂപ. അദ്ദേഹത്തെ പോലെ സീനിയർ പ്രൊഫസർക്കാണ് സൂപ്രണ്ട് ആവാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റും ഉണ്ട്, പക്ഷേ അദ്ദേഹം സീനിയർ പ്രൊഫസറാണ്. ഒരു സീനിയർ പ്രൊഫസർക്ക് മിനിമം ഒരു 15 ലക്ഷം രൂപ സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയാൽ കിട്ടും. ഒരു സമ്മർദ്ദവും ഇല്ല. അദ്ദേഹത്തിന് സമയത്ത് വരാം, അദ്ദേഹത്തിന് സമയത്തിന് പോകാം, അദ്ദേഹത്തിന് വർക്ക് ചെയ്യാം. ഈ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി പണിയെടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. ആ സ്ഥലത്ത്, ആ ബിൽഡിംഗ് വീഴുന്ന സ്ഥലത്ത് ആ മനുഷ്യർ അവിടെ ഇല്ലല്ലോ. ഈ പറയുന്ന മന്ത്രി അവിടെ ഇല്ലല്ലോ. ഈ പറഞ്ഞ വാസവൻ മന്ത്രി അവിടെ ഇല്ലല്ലോ. ഒരു മന്ത്രിമാരും ഇല്ല. എന്താണ് സംഭവിച്ചത്? ബിൽഡിങ്ങിന് 10:45 ഇടിഞ്ഞു വീണപ്പോൾ അവിടെ എന്താ ചെയ്യാൻ പറ്റും? മന്ത്രിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മന്ത്രി അവിടെ ചെല്ലുന്നു, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കും. അതാരാ ചോദിക്കുക? ആ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുന്നത് ഈ പറഞ്ഞ സൂപ്രണ്ട് പോയി ചോദിക്കുകയാണ്. ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് പോയി ചോദിക്കുകയാണ്. സൂപ്രണ്ട് പറയുകയാണ്, സൂപ്രണ്ടിനോട് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയണം, ആ ബിൽഡിങ്ങിനകത്ത് ആരുമില്ല, അത് അടച്ചിട്ട ബിൽഡിംഗാണ്. ആ കാര്യം മന്ത്രിയോട് പറയുന്നു, അത് അടച്ചിട്ട ബിൽഡിംഗാണ്. ആ കാര്യം പത്രക്കാരോട് പറയുന്നു മന്ത്രി. അത് JCB വരുന്നതിന് മുൻപാണോ ഹിറ്റാച്ചി വരുന്നതിന് മുൻപാണോ ഇല്ലയോ എന്ന് പറയേണ്ട കാര്യമില്ലാന്നേ. അത്ര വലിയ പാതകമൊന്നും ചെയ്തു ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഈ വീണ ജോർജിനോട് വലിയ രീതിയിൽ, വീണ മിനിസ്റ്ററോട് എനിക്ക് വലിയ രീതിയിൽ മമതയുള്ള ഒരാളൊന്നുമല്ല. ഞാൻ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വീണ ജോർജിനെതിരെയുള്ള വ്യക്തിവിരോധത്തിന്റെ ഭാഗത്തുമായിട്ട് വലിയ സമ്മർദ്ദങ്ങൾ നടക്കുകയാണ്. എന്തിനാണ് ഇന്ന് നിങ്ങൾ കപ്പലിന്റെ പ്രതീകം ഉണ്ടായിട്ട് സമരം നടത്തുകയാണ്? എന്ത് കപ്പലിന്റെ പ്രതീകത്തിൽ? അത്ര വലിയ പ്രശ്നമാണ് അവിടെ നടന്നത്. കേരളത്തിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒരു ദിവസം മരിച്ചു വീഴുന്ന എണ്ണം നിങ്ങൾ എണ്ണി നോക്ക്. ഒരു വാർത്ത വരുന്നില്ല കേരളത്തിന്. ഏതെങ്കിലും മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? ഏതെങ്കിലും ചാനലിൽ കണ്ടോ? റിപ്പോർട്ട് അങ്ങനെയല്ല പറയട്ടെ. റിപ്പോർട്ട് TV-യിൽ ഞാൻ 4-5 ദിവസമായിട്ടല്ല, ഒരു 2-3 മാസമായിട്ട് സ്വകാര്യ ഹോസ്പിറ്റലുകൾക്ക് വരുന്ന വാർത്തകൾ മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഏത് മാധ്യമങ്ങളാണ് അത് ചെയ്തിട്ടുള്ളത്? എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരു മാധ്യമങ്ങളും ചെയ്യാറില്ല. കേരളത്തിലെ ചികിത്സാ പിഴവ് കാരണം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുമോ? ഏകദേശം 200-250 ശസ്ത്രക്രിയ നടത്തിയിട്ട് 1 അല്ലെങ്കിൽ 2 ഫെയിലിയർ ആവുന്നുണ്ട്.
ഇല്ലേ? ഇതൊന്നും വാർത്തയാവുന്നില്ലല്ലോ. ഇവിടെ ഇത് ബിൽഡിംഗ് ഇടിഞ്ഞു വീണു, ശരിയാണ്. കാരണം എന്താണ്? ഈ ബിൽഡിംഗ് കാലപ്പഴക്കത്തിൽ പഴയ ബിൽഡിംഗ് ആണ്, ഇത് പൊളിച്ചു മാറ്റേണ്ട ബിൽഡിംഗ് ആയിരുന്നു, പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. പക്ഷെ പൊളിച്ചു മാറ്റിയിട്ടില്ല, വീണു. അതിന്റെ ഉത്തരവാദിത്തമാണ്. അവർ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെയാണെന്നുള്ളത്, പിന്നെയും ഇതിന് മേലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് ആരോഗ്യ മേഖലയെ കുറിച്ചിട്ടാണ്. ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്യേണ്ട ഗവൺമെന്റ് ഇപ്പോഴുള്ള ഡോക്ടർമാർ സമ്മർദ്ദം പോലെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഡോക്ടർമാർക്കും അവിടേക്ക് വരുന്ന ചെറിയ എമൗണ്ട് അല്ലാന്നേ നമ്മൾ പറയുന്നത്. ടോട്ടലി ഇപ്പം കേരളത്തിലെ ആരോഗ്യ മേഖല എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ബഡ്ജറ്റ് തികയില്ലാതെ ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ വേണ്ടി വരും. അവിടെയാണ് നമ്മൾ പറയുന്നത് 40,000 45,000 കോടി 20%, 25%, 30% വരെ ഈ പറഞ്ഞ സ്വകാര്യ ഹോസ്പിറ്റലുകളെ ബാധിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ, അവിടുത്തെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി വരുമ്പോൾ എത്ര എമൗണ്ട് മേടിക്കുന്ന അറിയോ? ഒരു ഡോക്ടർക്ക് ഒരു MRI സ്കാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MRI എടുത്ത 20,000, 15,000 തുടങ്ങി 20,000 വരെ ചാർജ് മേടിക്കുന്ന ലാഭമാണ്. അതിന്റെ 5% തുടങ്ങി 5,000 തുടങ്ങി 8,000 വരെ ഡോക്ടർക്ക് കിട്ടും കമ്മീഷനായിട്ട്. സ്വകാര്യ ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ പറയുന്നത്. 500 രൂപ കൺസൾട്ടേഷൻ ഫീ മേടിച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപ 250 രൂപ ഡോക്ടർക്ക് കിട്ടും കൺസൾട്ടേഷൻ ഫീ. സാലറിക്ക് പുറമെയാണ് ഞാൻ പറയുന്നത്. ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഇത്രയും ഓപ്പറേഷൻ നടത്തുന്ന എഴുതി കൊടുത്തിട്ട് ഒപ്പിട്ട് മേടിക്കുന്ന സ്വകാര്യ ഹോസ്പിറ്റലാണ് കേരളത്തിലുള്ളത്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുമ്പോൾ MRI സ്കാൻ എടുക്കണോ എന്ന് അറിയില്ല സാധാരണ ജനങ്ങളെ കൊണ്ട്. അവരെ കൊണ്ട് എടുപ്പിക്കുകയാണ്. ടാർഗറ്റ് ഫിക്സ് ചെയ്യാത്ത എത്ര കേരളത്തിൽ സ്വകാര്യ ഹോസ്പിറ്റൽ ഉണ്ട് കേരളത്തിൽ? ടാർഗറ്റ് ഡോക്ടർമാർക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടെ, അപ്പൊ ഈ സ്ഥലത്താണ് കേരളത്തിലെ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗമായി ആരോഗ്യ മേഖല പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു മിനിസ്റ്റർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കേരളത്തിലുള്ള മുഴുവൻ താലൂക്ക് ഹോസ്പിറ്റലുകളും മുഴുവൻ മെഡിക്കൽ കോളേജുകളും മുഴുവൻ അതിനാണ് ഓരോ മേധാവികൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ആരാണ് ഇവിടുത്തെ മേധാവി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജയകുമാറാണ്. ആ ജയകുമാറാണ് പറയുന്നത് ഈ പറയുന്ന മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണതിന്റെ അകത്ത് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ഇനി അതിന്റെ ഉത്തരവാദിത്തം മന്ത്രി ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. അവിടെ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അടച്ചില്ല. അവിടെ ആ പറയുന്ന ഈ പറഞ്ഞ ബാത്റൂമാണ് ഇടിഞ്ഞു വീണത്. ആ ബാത്റൂം സമുച്ചയം തുറന്നു കൊടുത്ത ഉദ്യോഗസ്ഥരെതിരെ നടപടി എടുക്കേണ്ടത്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നടപടി എടുത്താൽ ഈ പറയുന്ന കേരളത്തിലെ പൊതുവായി നിൽക്കുന്ന ആരോഗ്യ മേഖലയിൽ അവരുടെ സപ്പോർട്ട് ഇല്ലാതായി തീരുന്നുള്ളതാണ്. നടപടി എടുത്തു, പുറത്താക്കി. എന്താ ഇതിനോട് മാറ്റമുള്ളത്? ഇതിന് മാറ്റമല്ല വേണ്ടത്. ഞാൻ പറയുന്നത് കേരളത്തിൽ 2013 വരെ ഈ വീണ ജോർജ് 2016 വരെ LDF സർക്കാരിന്റെ കാര്യം പറഞ്ഞു വന്നാണല്ലോ ഏത് ബിൽഡിംഗ് ബലക്ഷയം സംഭവിച്ചതെന്ന്. ഞാൻ പറയാൻ ഉദ്ദേശം എന്താ അറിയോ? 2013 മുൻപാണ്, 2016 മുൻപാണോ 16 ശേഷമാണോ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ വികസനം നടത്തി നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. 6,000 കോടി രൂപയുടെ ബിൽഡിംഗ് സ്ട്രക്ചറുകൾ മാത്രം വന്നു കേരളത്തിൽ. എങ്ങനെയാ വന്നത്? കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതല്ലേ. അപ്പൊ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. കാണുന്നത് എന്താണ്? ഇടിഞ്ഞു പോണി. ഇതാ കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുകയാണ്. എന്തൊരു സമരമാണത്! കേരളത്തിൽ ഇതിനേക്കാൾ വലിയ ആക്സിഡന്റുകൾ നടന്നിട്ടില്ലേ? ഇതിനേക്കാൾ വലിയ മരണങ്ങൾ നടന്നിട്ടില്ലേ? ഒരു വാക്കിൽ പിടിച്ചിട്ട് ഇതാണ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ പ്രതീകമായി കപ്പലെടുത്ത് ഇറങ്ങുകയാണ്. ആ കപ്പലെടുത്ത് ഇറങ്ങുന്നതിന്റെ അർത്ഥം എന്താ? മന്ത്രിയെ രാജിവെക്കണം. ഏതർത്ഥത്തിലാണ് മന്ത്രി രാജിവെക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ടത് ജയകുമാർ ഡോക്ടറെയാണ് അല്ലേ? അവിടുത്തെ സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യണം. അതാ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ സ്ത്രീ കുടുങ്ങി കിടന്നിട്ടില്ല എന്ന് പറഞ്ഞ ആളെ സസ്പെൻഡ് ചെയ്യണം. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? ഇതിനോ എല്ലാത്തിനും ഇരട്ടത്താപ്പാണ്. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഒരു ഇരട്ടത്താപ്പ്, ഒരു ഗവൺമെന്റ് മേഖലയ്ക്ക് വേണ്ടി എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. പ്രതിപക്ഷം സമരം ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയാണോ? പ്രതിപക്ഷത്തിന്റെ സമരം സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടിയാണ്. സ്വകാര്യ മേഖല ആരറിഞ്ഞു അല്ലാന്ന് എന്താ പറയുന്നത്? കേരളത്തിൽ എങ്ങനെയാ ഈ മുട്ടിന് സ്വകാര്യ ഹോസ്പിറ്റലിൽ വരുന്നത്? എല്ലാ ലാഭത്തിലാണ് ഓടുന്നത്. എങ്ങനെയാണ്? എവിടുന്നാണ് ഈ ഡോക്ടർമാർ പോകുന്നത്? എല്ലാ പ്രൊഫസർമാരും സ്വകാര്യ സർവീസ്. നമ്മളിപ്പം ഒരു കാലത്ത് 2000 അച്യുതാനന്ദന്റെ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വകാര്യ പ്രാക്ടീസ് പൂർണ്ണമായിട്ട് നിരോധിച്ചു. പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് സംഭവിച്ചതെന്താണെന്നറിയോ? നമ്മൾ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 30% ഡോക്ടർമാർ രാജിവെച്ചിട്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കാൻ പോയി. അതിനുശേഷമാണ് ഇതൊക്കെ ഒഴിവാക്കി കൊടുത്തത്. കാരണം എന്താ പറയുക? അവരെ സംബന്ധിച്ചോളം പ്രഷറില്ല. 100 പേരെ നോക്കിയാൽ മതി. ഈ 400 പേരെ നോക്കണ്ട. ഈ പറഞ്ഞ എക്യുപ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഈ സാധനങ്ങളും ഇല്ലാതെ വർക്ക് ചെയ്യണ്ട. പക്ഷെ ഇതെല്ലാം ഗവൺമെന്റ് ഉണ്ട്. ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങളെ പണ്ടത്തെ കാര്യത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന 2 ലക്ഷമാണ് മിനിമം. നിങ്ങൾക്ക് ഞാനിപ്പോ കണക്കെടുത്ത് നോക്കരുത്. എങ്ങനെയാണെന്ന് അറിയോ കണക്ക്? ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളം എത്രയാണ് നിങ്ങൾക്ക്? അസിസ്റ്റന്റ് പ്രൊഫസറുടെ 1,50,000. അസോസിയേറ്റ് പ്രൊഫസർ 2,50,000. ഒരു പ്രൊഫസർ
റിട്ടയർഡ് ആവുന്ന സമയത്ത് വരെ 3 ലക്ഷം രൂപ ശമ്പളമുള്ളൂ. ഈ പ്രൊഫസറിലല്ലോ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ 7 തുടങ്ങി 10 ലക്ഷം വരെ ശമ്പളം. ഒരു പ്രൊഫസർ നിങ്ങൾ എന്താണ് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി 10 തുടങ്ങി 25 ലക്ഷം വരെ ശമ്പളം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഇവിടെ ആരും വിമർശനം പറഞ്ഞിട്ടില്ല. ഇല്ല. പക്ഷെ എന്താ സംഭവം അറിയോ, ഈ പ്രശ്നം മുഴുവൻ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് സർക്കാർ നേരത്തെ ചോദിച്ചല്ലോ സ്മൃതി മാഡാനോട്, ഈ ജയകുമാറിനെതിരെ നടപടി സ്വീകരിച്ചൂടെ? ആരാ സ്വീകരിക്കേണ്ട? സർക്കാരല്ലെന്ന്. ആ സർക്കാർ ആ ജയകുമാറിനെ നടപടി സ്വീകരിച്ചാൽ കഴിഞ്ഞ 10-30 വർഷമായിട്ടുണ്ടല്ലോ ഈ പാവങ്ങൾക്ക് വേണ്ടി വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നടപടി എടുക്കുക. ഈ പറഞ്ഞ ഈ തൊട്ട കാര്യമുള്ളൂ. എന്താണെന്നറിയോ, സമരം നല്ലതാണ്. സമരം നമ്മൾ എന്തിനാണ് നാട്ടിൽ നടത്തുന്നത്? ഒരു സംവിധാനത്തിൽ ഒരു വീഴ്ച ഉണ്ടായി, ആ വീഴ്ചനെ അഡ്രസ് ചെയ്യാനാവണം സമരം, അല്ലേ? അല്ലെങ്കിൽ ഞാൻ പറയാം, ഒരു കൈക്കൂലി മേടിക്കുന്ന ഒരു മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്, നമുക്ക് ആ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം നടത്താം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ എല്ലാ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. നമ്മൾ സോളാർ അഴിമതി നടത്തിയിട്ടുണ്ടല്ലോ, സമരം നടത്തിയിട്ടുണ്ടല്ലോ, മന്ത്രി രാജിവെച്ചില്ലേ? അതെന്തിനാണ്? അഴിമതിക്കാരനായ ഒരു മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ അങ്ങനെയല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വീഴ്ച വന്നു, ആ വീഴ്ച ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള സമരം, അല്ലാതെ അതിനുവേണ്ടി മന്ത്രി രാജിവെപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അപ്പൊ ഇപ്പൊ വീഴ്ച ചൂണ്ടിക്കാണിച്ചാൽ പോരാ, ആ മന്ത്രിമാരെ രാജിവെപ്പിച്ച് വേറെ ഒരാൾക്ക്. അപ്പൊ അതെന്താണ്? ഇത് പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ഈ പൊളിറ്റിക്കൽ പ്രൊജക്ട് എന്ന് പറയുന്നത് 2026 വേണ്ടി പ്രൊജക്റ്റാ. ആ 2026 വേണ്ടി കഷ്ടപ്പെടുകയാണ് കിടന്നിട്ട്. 2026 പിണറായി സർക്കാർ താഴെ ഇറക്കണം. അതിന് കിട്ടിയ അവസരം ഇതാ, 3 മാസത്തിനപ്പുറം പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്, കിട്ടിയ അവസരം മാക്സ് ഉപയോഗിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഈ കപ്പലെടുത്ത് സമരത്തിറങ്ങിയ ആൾക്കാരെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ആരോഗ്യ മേഖല മുഴുവൻ നശിച്ചെടുക്കുകയാണ്. കേരളത്തിൽ ആരോഗ്യ മേഖല നശിച്ചെടുക്കുക എന്ന് പറയാൻ ശരിയാവില്ല. ഇപ്പോഴും നിപ്പ ഉണ്ടല്ലോ കേരളത്തില്. ഇപ്പോഴേ എന്റെ നിപ്പയ്ക്കെതിരെ നിപ്പ ഏതോ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ സമരം നടത്താതെ? അങ്ങനെ നടത്താൻ പറ്റില്ലല്ലോ. രോഗം എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ടിരിക്കും, ചികിത്സ എന്നത് കൊടുത്തോണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ 4 കോടി ജനങ്ങൾക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയാ വിരലിൽ എണ്ണാൻ പറ്റിയ ഡോക്ടർമാർക്ക്? ഇവരെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ